പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വാക്ക് കേട്ട് ഒരു തളർവാദ രോഗി എണീറ്റ് നടന്ന സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ബെത്ത് യെസ്ദ കുളക്കരയിൽ തളർന്നു കിടന്ന വ്യക്തിയോടാണ് യേശു പറയുന്നത്. അവനോട് യേശു ചോദിച്ചായിരുന്നു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. കുളത്തിലെ വെള്ളം ഇളകുമ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ ആരെങ്കിലുമൊക്കെ അവിടെ ചെന്നിറങ്ങിക്കഴിയും. അതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ കുളത്തിലിറങ്ങാൻ പറ്റാതെ വരുന്നത് കൊണ്ട് സൗഖ്യം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തി, സഹായിക്കാൻ ആരുമില്ലാതെ നിസ്സഹായനായി സ്വന്തം നിസ്സഹായതയിൽ നിരാശനായി കഴിഞ്ഞ വ്യക്തിയോടാണ് യേശു പറയുന്നത്, എഴുന്നേറ്റ് നടക്കുക. യേശു അവനെ തൊട്ടില്ല, അവനെ കൈപിടിച്ച് പൊക്കിയില്ല, അവൻ്റെ പാപം മോചിക്കുന്നു എന്ന് പറഞ്ഞില്ല, മറ്റൊന്നും ചെയ്തില്ല. ഇവിടെ യേശുവിൻ്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. എഴുന്നേറ്റ് നടക്കുക, നിനക്ക് സാധിക്കും. എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി നിന്നിൽ തന്നെയുണ്ട്. നിൻ്റെ അവയവങ്ങളിൽ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ആത്മാവിൽ ഒളിഞ്ഞു കിടക്കുന്ന ശക്തി നീ അറിയണം, അതിനെ ഉണർത്തണം. എഴുന്നേറ്റ് നടക്കുക. എഴുന്നേറ്റ് നടക്കാൻ അയാൾക്ക് സാധിച്ചു. അതൊരു കൽപ്പനയായിരുന്നു, ഉപദേശമല്ല. എഴുന്നേറ്റ് നടക്കുക, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. ആ വാക്ക് കേട്ടു അവൻ ഞെട്ടി, അവൻ എണീറ്റു. എങ്ങനെയാണ് സംഭവിച്ചെന്നറിയില്ല. അവൻ്റെ ചൈതന്യം മറ്റുപോയ ആ അവയവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വന്നു. ശക്തിയായി, ചൈതന്യമായി അവൻ എണീറ്റു. അവൻ കിടക്കയും എടുത്ത് നടന്നു. കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞവൻ ശക്തിയുള്ളവനാണ്. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ബലഹീനനെന്ന് തോന്നുമ്പോൾ എന്നിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ബലമാണ്. ഇങ്ങനെ എണീറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കണം. എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ടാകണം. ഈ മാറ്റമുണ്ടാകണം എന്നുള്ള ആഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട്, ഇനി മരണമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് തോന്നുന്ന രോഗികളെ ചികിത്സിച്ചു ഭേദമാക്കുക പ്രയാസമാണ്. മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുന്നവർ മരിക്കാൻ തീരുമാനിക്കുകയുള്ളൂ. അല്ല, എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും, ഈ വൈദ്യം നൽകുന്ന മരുന്ന് കഴിച്ച് എനിക്ക് സുഖം കിട്ടും, ഈ ഡോക്ടർ എന്നെ സുഖപ്പെടുത്തും എന്ന് വിശ്വാസമുള്ള വ്യക്തികളെ സുഖപ്പെടുത്തുക എളുപ്പമാണ്. ഉണ്ടാവണം. എനിക്ക് സാധിക്കണം. അത് രോഗത്തിൽ നിന്നാവാം, ഏതു തഴക്കത്തിൽ നിന്നുമാകാം. മോചനം നേടണം, വിമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന്. രണ്ട്, ഇത് സാധിക്കുമെന്ന് വിശ്വസിക്കുക. എനിക്ക് സാധിക്കും, എന്നിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും. എന്നെ സഹായിക്കാനാവാത്തതും ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്തതും അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ദൈവം എന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ ബലഹീനതയിൽ ഞാൻ അഭിമാനിക്കുമെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ എൻ്റെ ബലഹീനതയിലൂടെ ദൈവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടാകണം. എനിക്കിത് ചെയ്യാൻ സാധിക്കും, എനിക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും. പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടി പ്രചരണം നടത്തി ജയിച്ച ബറാഖ് ഒബാമ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതായിട്ട് കേട്ടു, യെസ് വി ക്യാൻ, യെസ് വി ക്യാൻ, നമുക്കിത് സാധിക്കും, എനിക്കിത് സാധിക്കും എന്ന് പറയണം. കാരണം എൻ്റെ ശക്തിയിൽ അല്ല, എന്നെ ശക്തിപ്പെടുത്തുന്നവൻ്റെ ബലമാണ് എനിക്ക് ബലം നൽകുന്നത്. അപ്പോഴേ ഞാൻ ആഗ്രഹിക്കണം, ഞാനത് വിശ്വസിക്കണം. മൂന്നാമത്, ഞാൻ ശ്രമിക്കണം. ഈ ആഗ്രഹവും വിശ്വാസവും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞാൽ പോരാ, എണീറ്റ് നടക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ കഴിവുകൾ ഞാൻ പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധന്മാരൊക്കെ നൽകുന്നൊരു ഉപദേശമുണ്ട്, പ്രത്യേകിച്ചും ബെനഡിക്റ്റിൻ്റെ ഉപദേശമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ദൈവം മാത്രം ചെയ്യുന്നു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതേസമയം നീ പ്രവർത്തിക്കുമ്പോഴാകട്ടെ സകലവും നിൻ്റെ ചെയ്തിയാണ്, നീയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ പൂർണ്ണമായും എൻ്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കണം, ഞാൻ പ്രവർത്തിച്ചാലേ, ഞാൻ ശ്രമിച്ചാലേ വിജയിക്കുകയുള്ളൂ എന്നൊരു ബോധ്യമുണ്ടാകണം. അരസന്മാരുടെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സൗജന്യ ദാനമല്ല ദൈവരാജ്യം എന്ന് ഓർക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തികൾ അത് സ്വീകരിക്കാനായിട്ട് തങ്ങളെ തന്നെ ഒരുക്കണം. അപ്പോൾ ആ ഒരു വലിയ ശ്രമം ആവശ്യമാണ്. അപ്പോൾ ആഗ്രഹിക്കുക, വിശ്വസിക്കുക, ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും. നമ്മുടെ അവസ്ഥ എത്ര ദയനീയമായി തോന്നട്ടെ, രോഗം എത്ര ഭീഷണമാവട്ടെ, ഏതവസ്ഥയിലുമാകട്ടെ, എണീറ്റ് നടക്കാൻ സാധിക്കും. ആ നടപ്പ് ദൈവത്തിൻ്റെ ഭവനത്തിലെത്തുന്നവരെ ആയിരിക്കും. ശാരീരികമായ മരണത്തിനപ്പുറത്തേക്ക് നമ്മൾ നയിക്കുന്നവനാണ്. എണീറ്റ് നടക്കുക, കിടക്കയും എടുത്തു പോകുന്നത് പഴയ തഴക്കങ്ങളിലേക്കായിരിക്കരുത്, പുതിയ ജീവനിലേക്ക്, ദൈവം നൽകുന്ന ആ പുതിയ ജീവനിലേക്ക് ഉണർന്നെണീക്കാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. ആമേൻ.